ഒരു ദിവസം മഹദിയായ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, നബിയേ, ഒരു ദിവസം അല്ലാഹുവിന്റെ റസൂൽ വീട്ടിലോട്ട് കയറി വന്നു. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, നബിയേ, നിങ്ങൾ ലോകത്തുള്ള എല്ലാവർക്കും ദുആ ചെയ്യാറുണ്ട്, ഈ ആയിഷാനെ വല്ലപ്പോഴും ഓർക്കാറുണ്ടോ നബിയേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആയിഷ ബിയുടെ ചോദ്യം, നമ്മൾ ലോകത്തുള്ള എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യാറുണ്ട്, നമ്മുടെ ഭാര്യയ്ക്ക് വേണ്ടി ദുആ ചെയ്ത് എത്ര പേരുണ്ടെന്ന്. ഇന്ന് നിസ്കാരം കഴിഞ്ഞ നിസ്കാരത്തിന് മുമ്പൊക്കെ നമ്മൾ ധാരാളം ദുആ ചെയ്തിട്ടുണ്ട്. അവനാന്റെ ഭാര്യയ്ക്ക് വേണ്ടി ദുആ ചെയ്ത് എത്ര പേരുണ്ട് കൂട്ടത്തിൽ? കൈവെക്കാൻ പറഞ്ഞ ഉള്ള മാനവും കൂടെ പൊക്കണ്ട, ബാക്കിയുള്ളവരൊക്കെ നോക്കിയിരിക്കുകയാണ്, അതുകൊണ്ട് പൊക്കണ്ട. അവനാന്റെ ഭാര്യയ്ക്ക് നോക്ക്, ആ ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ മുടി നരച്ചു, താടി നരച്ചു, എന്നാലും ഭാര്യയ്ക്ക് വേണ്ടി അദ്ദേഹം ദുആ ചെയ്തിട്ട്. അവനവന്റെ ഭാര്യയ്ക്ക് വേണ്ടി ദുആ ചെയ്യുക. ഞാൻ ഈ വാളൊക്കെ പറഞ്ഞ അവസാനം ദുആ ചെയ്യുമ്പോൾ എന്റെ ഭാര്യയ്ക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോൾ ആളുകൾ ഉസ്താദിന്റെ ഭാര്യയ്ക്ക് വേണ്ടി മാത്രം ഭയങ്കര ദുആ. നമ്മളല്ലേ ചെയ്യേണ്ട, പിന്നെ വേറെ ആരും അവർക്ക് വേണ്ടി ചെയ്യാം. എന്റെ ഭാര്യയ്ക്ക് വേണ്ടി ഷഫീഖ് വലി ദുആ ചെയ്യും, ഷഫീഖ് വലിയുടെ ഭാര്യയ്ക്ക് വേണ്ടി എനിക്ക് ദുആ ചെയ്യാൻ പറ്റുമോ? ഇർഷാദ് വലിയുടെ ഭാര്യയ്ക്ക് വേണ്ടി ഞാനാണ് ദുആ ചെയ്യുക. അവനാന്റെ ഭാര്യമാർക്ക് വേണ്ടി അവനവൻ ദുആ ചെയ്യുക. ഇറങ്ങിപ്പോയി ഒരു നേരത്തെ അന്നം കാത്തുപോയ ഭർത്താവ് സന്തോഷത്തോടെ വീട്ടിൽ തിരിച്ചെത്താൻ മുസല്ലയിലിരുന്ന സ്വന്തം ഭാര്യ ദുആ ചെയ്യുക. അതിനേക്കാൾ വലിയൊരു കുടുംബ ജീവിതത്തിന്റെ കെമിസ്ട്രി വേറെയില്ല. ആ കെമിസ്ട്രി നമ്മൾ പഠിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു അത്രേ, നബിയേ, എനിക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യാറുണ്ടോ? ഒന്ന് ദുആ ചെയ്യ് നബി. ഹബീബായ നബി തങ്ങൾ ഒരു ദുആ ചെയ്തു. അതൊരു രസകരമായ ദുആയാണ്. മുത്തുനബിയുടെ ജീവിതം ഒരു വല്ലാത്ത ഒരു രസകരമായ ദുആ ചെയ്തു. എന്താ ദുആ എന്നറിയോ നബിയേ? യാ റസൂലല്ലാഹ്, അങ്ങ് ദുആ ചെയ്തപ്പോൾ ആകാശത്തിൽ നിന്നും മഴ പോലും വർഷിപ്പിച്ചിട്ടുണ്ടല്ലോ നബിയേ. അങ്ങയെ കാട്ടി കുടിലിരിക്കുന്ന പാവപ്പെട്ട ആയിഷയ്ക്ക് വേണ്ടി അങ്ങ് ദുആ ചെയ്യുമോ യാ റസൂലല്ലാഹ്? ഇത് പറഞ്ഞു തരേണ്ട താമസം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആകാശത്തേക്ക് കൈകളിയെത്തിയിട്ട് ദുആ ചെയ്തു, അല്ലാഹുവേ, അല്ലാഹുമ്മ ഗഫിർ ലി ആയിഷ മാ തഖദ്ദമതു വമാ തഅഖറതു വമാ അഅലൻതു വമാ അസ്ററതു. അല്ലാഹുവേ, എന്റെ പ്രിയപ്പെട്ട ആയിഷയ്ക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. മാ തഖദ്ദമതു, ഇതിനു മുമ്പും അവൾ എന്നോട് പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഇനി അവളുടെ സ്വഭാവം വെച്ച് ഇനി അവൾ ഇതേപോലെ പലതും എന്നോട് ചെയ്യാനുമുണ്ട്. അവൾ ചെയ്തതും ഇനി എന്നോട് ചെയ്യാനുള്ളതും, അവൾ രഹസ്യമായി എന്നോട് ചെയ്തതും പരസ്യമായി ചെയ്തതെല്ലാം നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. ഹബീബായ നബി തങ്ങളുടെ രസകരമായ ദുആയാണ്. പെണ്ണല്ലേ, ഇപ്പൊ ദുആ ചെയ്താലും അവളുടെ സ്വഭാവം വെച്ച് വീണ്ടും അവൾ പലതും എന്നോട് ചെയ്യാനിരിക്കുന്നുണ്ട്. ചെയ്തതും ചെയ്യാനിരിക്കുന്നതെല്ലാം എന്റെ പാവപ്പെട്ട ആയിഷയ്ക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. ഇത് കേട്ട ആയിഷ റളിയല്ലാഹു തആല ഈ ദുആ കേട്ട് പൊട്ടിച്ചിരിക്കാണ്ടിറങ്ങി. ചിരിച്ച് ചിരിച്ച് ആയിഷ റളിയല്ലാഹു തആല അവിടെ ഇരുന്നുകൊണ്ട് പൊട്ടിച്ചിരിക്കുകയാ. നമ്മളൊക്കെ പറയുമല്ല, തല തന്നെ ചിരിക്കുന്നു എന്ന് നാടൻ ഭാഷ പോലെ ഇമാമിനെ തിർമിദി റളിയല്ലാഹു അൻഹു ഹദീസ് റിവായത്ത് ചെയ്യുന്നുണ്ട്. മഹാനായ അബൂ ഈസ തിർമിദി റളിയല്ലാഹു തആല രേഖപ്പെടുത്തുകയാ, തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് തനിക്ക് വേണ്ടി ചെയ്ത ദുആ കേട്ട് ആ ആയിഷ റളിയല്ലാഹു തആല ചിരിച്ച് ചിരിച്ച് അവസാനം തലതല്ലി തിരിച്ച് ഹത്താ സകതത് റഅസുഹാ ഫീ ഹുജ്റിൻ നബിയിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ആയിഷ റളിയല്ലാഹു തആലയുടെ തല പോയി ഹബീബായ നബിയുടെ മടിത്തട്ടിലിരിക്കുന്നത് വരെ ആ മടിയിലെ പോലെ ചിരിച്ച് 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 തളർന്ന് തന്റെ തല അല്ലാഹുവിന്റെ റസൂലിന്റെ മടിയിൽ ചേർത്ത് വെച്ച് കിടന്നുപോയി. ആയിഷ റളിയല്ലാഹു തആലയുടെ ചിരി കണ്ടപ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ആയിഷ, അയസ്റുകി ദുആഇ, അയസ്റുകി ദുആഇ, എന്റെ ദുആ നിന്നെ ഇത്രയേറെ സന്തോഷിപ്പിച്ചു ആയിഷ, ഇത്രയേറെ സന്തോഷിപ്പിച്ചു ആയിഷ. ഹബീബായ നബി തങ്ങളുടെ മടിത്തട്ടിൽ പോയി തലനെത്തുന്നത് ഒരു ദുആ കേട്ട് പൊട്ടിച്ചിരിച്ച എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 8 മട വീതിയും 10 മട നീളമുള്ള ആകാശത്ത് മഴ പെയ്താൽ ഓലക്കീലുകളുടെ ഇടയിലൂടെ മഴത്തുള്ളികളെ തടം തന്നെയാത്തൊടുക്കുന്ന ഒരു കൊച്ചുകൂരയിൽ പൊട്ടിച്ചിരിച്ച് ജീവിച്ചു പോയ എല്ലാ പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളും ഉണ്ടായിട്ടും ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാ, നമുക്ക് സമ്പത്ത് വേണ്ട,
നമുക്ക് സൗന്ദര്യം വേണ്ട. കോൺക്രീറ്റ് സൗരത്തിന്റെ ശീലീകരിച്ച റൂമിൽ ഒരു കൊതുകിന് പോലും കിടന്നു വരാത്ത റൂമിൽ കിടന്നിറങ്ങണ്ട. പിന്നെയോ 8 മണി നീളമുള്ള ഒരു കൊച്ചു റൂമിൽ കിടക്കുമ്പോ ആ റൂമിനെ കുറിച്ചാണ്, അവിടെയാണ് ആയിഷ ബീവിയുടെ അടുക്കളയുള്ളത്. 8 മടം നീളവും 10 മടം വീതിയുമുള്ള ഭാര്യ ഭർത്താവ് താമസിച്ച റൂമിനെ കുറിച്ചാണ് ലോകാവസാനം വരെ വരുന്ന ഖുർആനിലെ സൂറത്തിന് പേര് നൽകിയത്. സൂറത്ത് ഹുജറാത്ത് എന്ന് പറഞ്ഞാൽ മുറികൾ എന്നാണ് അർത്ഥം. ഏത് മുറിയാണ് അത്? സുൽത്താൻ സലാഹുദ്ദീൻ ബോക്കയുടെ റൂമല്ല. ഏത് റൂമിനെ കുറിച്ചാ പറയുക? ബോളിവുഡിന്റെ നടി ആഞ്ചലീന ജോളി മധുവിധു ആഘോഷിച്ച ദുബൈയിലെ പാംജമീറ ബീച്ചില് കുട്ടിമക്കളിൽ അടിഭാഗത്തുകൂടി പറന്നു പോകുന്ന ഡോൾഫിനുകളെ ലൈവായി കണ്ട് കിടന്നിറങ്ങിയ മുറിയെ കുറിച്ചല്ല. അറബിക്കടലിൽ ഇന്ന് നേരെ തിരിഞ്ഞു നിൽക്കുന്ന 1 മാസം 950 കോടി രൂപ വരുമാനമുള്ള 140 റൂമുകളും 2 ഹെലിപ്പാഡുകളും 4 മിനി തിയേറ്ററുകളും 2000 പരിചായകന്മാരും 4.5 ഏക്കർ പൂന്തോട്ടവും 4 ഏക്കറോളം നീണ്ടു നിൽക്കുന്ന സ്വിമ്മിംഗ് പൂളുകളുമുള്ള മുകേഷ് അംബാനിയുടെ അറ്റ്ലാന്റയെ കുറിച്ചല്ല. പിന്നെ ഈ പറയുന്ന വീടിനെ കുറിച്ചെന്നറിയോ? ഏത് വീടിനെ കുറിച്ചെന്നറിയോ? ഒരു നേരത്തെ വിളക്ക് കത്തിക്കാൻ എന്ന പോലുമില്ലായിരുന്ന ആയിഷ റളിയല്ലാഹു തആല അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായതിനു ശേഷം ആയിഷ റളിയല്ലാഹു തആല തന്റെ കൂട്ടുകാരികളോട് കഥ പറയുമ്പോ ആയിഷ ബീവി പറഞ്ഞു, എന്റെ മടിത്തട്ടിൽ കിടന്നിട്ടാണ് എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് വിട പറഞ്ഞു പോയത്. പക്ഷേ എന്റെ മടിയിൽ തലവെച്ചിട്ട് എന്റെ ഭർത്താവ് വിട പറഞ്ഞു പോലും എന്റെ ഭർത്താവിന്റെ മുഖം ഞാൻ കണ്ടിട്ടില്ല. എന്റെ ഭർത്താവിന്റെ മുഖം കണ്ടിട്ടില്ല. കൂട്ടുകാരികളോട് ആയിഷ ബീവി എന്താ പറയാ? വഫാത്താകുന്നതിന് തൊട്ട് മുമ്പ് നിങ്ങളുടെ ഭർത്താവ് നിങ്ങളുടെ മടിയിൽ കിടക്കുമ്പോ റസൂലുള്ളാഹിയുടെ ഇടത്തെ കവിളിലേക്ക് നിങ്ങളുടെ വലത്തെ കൈ വെച്ചിട്ട് നിങ്ങളുടെ പള്ളയോട് ചേർത്ത് വെച്ചിട്ട് പല്ല് വരെ നിങ്ങൾ തേച്ചു കൊടുത്തതല്ലേ? ഒരു കൊച്ചുകുട്ടിയെ പോലെ ഭർത്താവിനെ ചേർത്ത് പിടിച്ച് പല്ല് തേച്ചു കൊടുത്തിട്ടില്ലേ വഫാത്തായത്? എന്നിട്ട് നിങ്ങൾ ഭർത്താവിന്റെ മുഖം കണ്ടില്ലെന്നോ? അതിശയോക്തി കലർത്തുന്ന ഈ വാക്ക് കേട്ടപ്പോ പൊട്ടിക്കരന്നുകൊണ്ട് ആയിഷ റളിയല്ലാഹു തആല പറഞ്ഞ വാക്ക് ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പങ്കുവെക്കുകയാ. ആയിഷ റളിയല്ലാഹു തആല പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ എന്റെ പ്രിയപ്പെട്ട ഭർത്താവൻ മടിയിൽ കിടന്ന് വിട പറയുമ്പോ ആ സമയത്ത് നിങ്ങളുടെ വീട്ടിൽ വിളക്ക് കത്തിക്കാനുള്ള എണ്ണയുണ്ടായിരുന്നില്ല. വിളക്ക് കത്തിക്കാനുള്ള എണ്ണയില്ലാത്ത കാരണത്താൽ വീട്ടിൽ കൂരിട്ടായിരുന്നു. എന്റെ ഭർത്താവ് മരിക്കുന്ന സമയത്ത് പോലും എണ്ണ കത്തിക്കാനുള്ള വിളക്ക് കത്തിക്കാനുള്ള എണ്ണയില്ലാത്തതിനാൽ മരിക്കുന്ന സമയത്ത് എന്റെ ഭർത്താവിന്റെ മുഖം പോലും എനിക്ക് കാണാൻ കഴിയുന്നില്ലെന്ന് ഭാര്യയുടെ ഡയറിക്കുറിപ്പിൽ രേഖപ്പെടുത്തിയ ഒരു കുടുംബ ജീവിതത്തിന്റെ കഥയാണ് പറയുന്നത്. ഈ പത്നിയുടെ ഇടയിൽ കിടക്കുമ്പോഴും ആയിഷ ബീവി പ്രവാചകൻ എന്ന ഭർത്താവിന്റെ മടിയിൽ തലവെച്ച് പൊട്ടിക്കരച്ചെങ്കിൽ ആയിഷ ബീവിക്കറിയാ പരിതാപങ്ങളും പരിമിതികളും പരിവേദനങ്ങളും പരിതാപനങ്ങളും പരിതിരങ്ങിക്കുമ്പോഴും പാടിലെ പരമസുഖമല്ല പരലോകത്തിന്റെ പരമാനന്ദമാണ് പരിഗണനീയമെന്ന് കരുതി പാതിരാത്രിയിൽ പടച്ചറപ്പിനോട് പതിരെ പോലെ പൊട്ടിക്കരഞ്ഞു പോയ ബഹുമാനപ്പെട്ട സയ്യിദത്തുനാ ആയിഷ റളിയല്ലാഹു തആല അൻഹാ